ഹായ്, ഗുഡ് ഈവനിങ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് മെഷറിങ് ടൂൾസിനെ പറ്റിയിട്ടാണ്. മെഷർ, അതേപോലെ തന്നെ കേസർ, അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായി. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഡി എസ് ഒയിലൊരു മോഡുണ്ട്, ഈ ക്യാര നോക്കുന്നൊരു മോഡുണ്ട്, ലിസാജിസ് മോഡ് അല്ലെങ്കിൽ XY മോഡ്. അപ്പോൾ XY മോഡ് ഇതിൽ ഈ ഡി എസ് ഒയിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, CROയിൽ XY മോഡ് എന്നിട്ട് വേറെ തന്നെ ഉണ്ട്. ഇതിൽ ഡി എസ് ഒയിൽ XY മോഡ് വരിക. മിക്കവാറും ചിലതിൽ ചെറിയ മാറ്റങ്ങളുണ്ടാവും, എന്നാലും ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഡിസ്പ്ലേയിലായിരിക്കും അതുണ്ടാവുക. ഡിസ്പ്ലേയിൽ ഫോർമാറ്റ് എന്ന് കാണും. ഫോർമാറ്റ് ഇപ്പോൾ YT ഉണ്ടാവുക, അത് XYയിലാക്കുക. XY ആക്കുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് പറയുന്നത്, ഈ എക്സ് ആക്സിസിൽ എന്താണോ ചാനൽ 1ൻ്റെ കൊടുക്കുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക, Y ആക്സിസിൽ ചാനൽ 2ൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവുക. അങ്ങനെയാണ് അതിൻ്റെ ക്യാര കിട്ടുക. അപ്പോൾ അത് സെലക്ട് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ഡിസ്പ്ലേ ഫോർമാറ്റ് YT ഉണ്ടാവുക, അത് നമുക്ക് എന്ത് ചെയ്യാം, XYയിലേക്ക് ഫോർമാറ്റിലാക്കുക. പിന്നെ അടുത്തൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കീ ആണ് ഓട്ടോ സെറ്റ് എന്നാണ് ഇതിന്, ഈ കീനെ പറ്റി പറയാം. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത എല്ലാ സെറ്റിങ്സും ഉണ്ടല്ലോ, ഈ വോൾട്ട് പെർ ഡിവിഷൻ, ടൈം പെർ ഡിവിഷൻ, അതൊക്കെ അത് സ്വയം ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യും. ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യും. ആ ഒരു കീയാണ് ഇത്, ഈ ഓട്ടോ സെറ്റ് എന്ന് പറയുന്ന ബട്ടൺ. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം നമുക്കിപ്പോൾ ഇതുവരെ സെറ്റ് ചെയ്ത എല്ലാം എന്ത് ചെയ്യും, വൃത്തിക്ക് സെറ്റ് ചെയ്യും. എന്നാലും ഇത് എപ്പോഴും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ എന്നാലും പരമാവധി നിങ്ങൾ മാനുവലായിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. പിന്നെ മിക്കരും ഈ ഓട്ടോ സെറ്റ് വെറുതെ, ഈ സർക്യൂട്ട് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് കറക്റ്റ് വർക്ക് ആയിട്ടുണ്ടാവില്ല, ആ സമയത്തൊക്കെ വെറുതെ ഓട്ടോ സെറ്റ് അടിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓട്ടോ സെറ്റ് അടിച്ചാൽ പ്രത്യേകിച്ച് ഇല്ലാത്ത സിഗ്നലൊന്നും വരുമൊന്നുമില്ല. എന്നിരുന്നാലും ഓട്ടോ സെറ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്ത് ഒരു വേവിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടി മാത്രമുള്ളതാണ് ഈ ഓട്ടോ സെറ്റ്. പറഞ്ഞ പോലെ പരമാവധി മാനുവൽ സെറ്റ് തന്നെയാണ് കുറച്ചും കൂടി നന്നാവുക. ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മാനുവൽ സെറ്റിങ്സ് തന്നെയാണ്, ഓട്ടോ സെറ്റില്ല. ഓട്ടോ സെറ്റ് ഉപയോഗിക്കുമ്പോൾ അബദ്ധമാകുന്ന ചില സംഗതികളുണ്ട്. അതായത് ഓട്ടോ സെറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വേവിനെ ഈ രൂപത്തിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. നോക്കാം, നമുക്ക് ഓട്ടോ സെറ്റ് അടിച്ചിട്ട് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഒരു വേവ് കൊടുത്തിട്ടുള്ള എന്തോ ഒരു വേവ് കൊടുത്തു. പിന്നെ ഓട്ടോ സെറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ ചെയ്യുന്ന എല്ലാ സെറ്റിങ്സും അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തിരുതാണ്. കൃത്യമായിട്ട് ആ ട്രിഗർ അടക്കം റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യും, ഓട്ടോ സെറ്റിൽ തരും. പിന്നെ ഇത്രയും പാരാമീറ്റർ മെഷർമെൻറ്റും എല്ലാം നിങ്ങൾക്ക് തരും, അതൊക്കെ റെഡിയാണ്. പക്ഷെ ഇതെപ്പോഴാണ് അബദ്ധം എന്ന് പറഞ്ഞാൽ, എപ്പോഴും ഇതുപോലത്തെ സിഗ്നലല്ല നമ്മൾ കൊടുക്കുക. നമ്മൾ ചിലപ്പോൾ ഈ മോഡുലേഷൻ സിഗ്നലെല്ലാം കൊടുക്കും. മോഡുലേഷൻ സിഗ്നൽ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 വേവ്സ് ഒരുമിച്ചുണ്ടാവും. അതായത് ഒരു സൈൻ വേവ് ഉണ്ടാവും, അതിൻ്റെ കൂടെ വേറെ ഒരു സൈൻ വേവ് കേരിയറും മോഡുലേറ്റിംഗ് സിഗ്നലായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഓട്ടോ സെറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ കേരിയർ മാത്രമേ നമുക്ക് കാണാൻ പറ്റും, മറ്റേ മോഡുലേറ്റിംഗ് സിഗ്നൽ ഇതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ എറർ വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് ഈ ഓട്ടോ സെറ്റ്. എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. മാക്സിമം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനുവലായിട്ട് സെറ്റ് ചെയ്യലാണ് ഏറ്റവും ബെറ്റർ. മാനുവലായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CRO എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ഇതും DSO എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓട്ടോ സെറ്റ് ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ നിങ്ങൾ മാക്സിമം മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ബെറ്റർ. അപ്പോൾ ഇതോടുകൂടി ഇത് അവസാനത്തെ വീഡിയോ ആണ്. ഇതോടുകൂടി DSOൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇത് DSO എന്ന് പറയുന്നത് ഒരു വേവിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാനും അത് മെഷർ ചെയ്യുക, അനലൈസ് ചെയ്യുക, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻ്റാണ്. അതിന് 2 ചാനലുള്ളത്, ചാനൽ 1, ചാനൽ 2. അതിൻ്റെ ഇൻപുട്ട് പോർട്ടാണിത്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിരിക്കും. പിന്നെ ഓരോ നോബും, ഇത് വോൾട്ട് പെർ ഡിവിഷനാണ്, ഇത് ചാനൽ 2ൻ്റെ വോൾട്ട് പെർ ഡിവിഷനാണ്. ചാനൽ 1ൻ്റെ സെലക്ടിങ് സ്വിച്ച്, അതുപോലെ തന്നെ ചാനൽ 1ൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ ചാനൽ 2നും അതേ കണക്കിനുള്ള കൺട്രോൾസ് ഉണ്ടാവും. പിന്നെ മെനു സെലക്ട് ചെയ്യുമ്പോൾ കപ്ലിങ് DCയിലാണെങ്കിൽ
ഡി സിയോ എ സിയോ ഉണ്ടാവും. എ സിയിൽ മാത്രമാണെങ്കിൽ എ സി കമ്പൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്രൗണ്ടിൽ വെച്ച് അതിൻ്റെ റെഫർ ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പ്രോബ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. പ്രോബിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. കാരണം പ്രോബ് തെറ്റിപ്പോയാൽ മൊത്തം നിങ്ങൾ മെഷർമെൻറ്റ് തെറ്റും. ഏതാണോ പ്രോബ് ഉപയോഗിക്കുന്നത് ആ പ്രോബ് സെലക്ട് ചെയ്യാം. പിന്നെ അടുത്തത് പറഞ്ഞത് ടൈം പെർ ഡിവിഷനാണ്. ടൈം പെർ ഡിവിഷൻ 2 ചാനലിനും കോമൺ ആയിരിക്കും. പിന്നെ അടുത്ത് പറഞ്ഞ് ട്രിഗർ ലെവലാണ്. ട്രിഗർ ലെവൽ കറക്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ആ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വേവിനെ സ്റ്റേബിളായിട്ട് നിർത്താൻ പറ്റുള്ളൂ. പിന്നുള്ളത് റൺ സ്റ്റോപ്പാണ് പറഞ്ഞത്. നമുക്കത് റൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ടാണ്. അതിൽ ഒരു മെഷറിങ് നമുക്ക് അനലൈസ് ചെയ്യാൻ, അതായത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേവിനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ അതൊക്കെ ഉപയോഗിക്കാം. പിന്നുള്ളത് മെഷറിങ് ടൂൾസാണ്. മെഷറിങ് ടൂൾസ് രണ്ടെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കേസറിൻ്റെ കേസിൽ ടൈപ്പ് ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് സെലക്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈ സോഴ്സ് എന്തായിരിക്കണം, ഏത് വേവാണോ നിങ്ങൾ മെഷർ ചെയ്യുന്നത് ആ വേവിൻ്റെ സോഴ്സ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ കേസർ 1ഉം കേസർ 2 സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചാണിത്. ആ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റും. സ്റ്റേബിൾ ആയിട്ടുള്ളത് ആ ഡോട്ടഡ് ലൈനായിരിക്കും. നമുക്ക് മൂവബിൾ ആയിട്ടുള്ളത് ബോൾഡ് ലൈനിലുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലൈനിലുണ്ടാവും. ഓക്കെ, കേസർ പറഞ്ഞു കഴിഞ്ഞു. കേസർ 2 ടൈപ്പാണ്, ആംപ്ലിറ്റ്യൂഡ് അതേപോലെ തന്നെ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ മറ്റേ ആംപ്ലിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ വി ആണ് അതിൻ്റെ എവിടെയാണോ കേസർ വെച്ചിട്ടുള്ളത് ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡെൽറ്റ വി കാണാൻ പറ്റും. ടൈം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെൽറ്റ ടി ആണ് നോക്കേണ്ടത്. പിന്നെ 1/Δ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും. അടുത്തത് പറഞ്ഞത് മെഷറാണ്. മെഷറിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യണത്, അത് ഒരുപാട് പാരാമീറ്റർ ഉണ്ട്. നമുക്ക് സാധാരണ പീക്ക് ടു പീക്കും ഫ്രീക്വൻസിയും മാത്രമേ ആവശ്യമുള്ളൂ. വേണമെങ്കിൽ ടൈം പീരീഡും നോക്കാം. അപ്പോൾ അത് ഓരോന്നിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ X5 മറ്റേ മോഡും അതേപോലെ തന്നെ YT മോഡിലേക്ക് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ ഇത് ഒരു പോയിന്റ് മാത്രം കണ്ടോ, XY, അതായത് ചാനൽ 1ലും ചാനൽ 2ലും ഒന്നുമില്ല. അതുകൊണ്ടാണ് ചാനൽ 2 ഓൺ ചെയ്യുക. അതാ ചാനൽ 1ലും ചാനൽ 2ലും ഒന്നുമില്ല, അതുകൊണ്ടാണ് അവിടെ പോയിന്റ് ഉള്ളത്. ഇനി ചാനൽ 1ൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചാനൽ 1 ആണെങ്കിൽ X ആക്സിസ്, ചാനൽ 2 ആണെങ്കിൽ Y ആക്സിസ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. പിന്നെ അടുത്തത് പറഞ്ഞത് ഓട്ടോ സെറ്റാണ്. ഓട്ടോ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിങ്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, നമുക്കൊരു പ്രോബ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായി. ഇതിൻ്റെ മോഡ് മാറ്റണം എങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ഇതിലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മിക്ക DSOയിലും അതേപോലെ തന്നെ CROയിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു പൾസ് ഉണ്ടാവും. അത് കണ്ട ഒരു 5 വോൾട്ട് 1 കിലോഹെർട്സ് പൾസ് ഇതിൻ്റെ അകത്തുണ്ട് ഓൾറെഡി. അത് പ്രോബ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഈ ഒരു പോയിന്റ് ഗ്രൗണ്ട് ആയിരിക്കും, ഇതൊരു ചിലപ്പോൾ ഗ്രൗണ്ട് ഉണ്ടാവില്ല, ഇത് മാത്രമേ ഉണ്ടാവും. 5 വോൾട്ട് അല്ലെങ്കിൽ 2 വോൾട്ട് അത് എത്രയാണോ അതിൽ എഴുതിയെന്ന് ആ ഒരു പൾസ് ഉണ്ടാവും. അപ്പോൾ ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രോബ് കണക്ട് ചെയ്യാം. പ്രോബ് കണക്ട് ചെയ്തു, എന്നിട്ട് ഗ്രൗണ്ട് വേണമെങ്കിൽ ഗ്രൗണ്ട് ഇവിടെ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഓൾറെഡി ഗ്രൗണ്ട് ഈ എക്യുപ്മെൻറ്റിൽ കണക്ട് ഇടാം. വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കണമെന്നില്ല. ഈ അറ്റത്തുള്ള ഇതുണ്ടല്ലോ, ഈ കണക്ഷൻ, ഇത് സ്പ്രിങ് ആക്ഷനാണ്. ഈ കണക്ഷൻ ഇവിടെ കൊളുത്തി വെക്കുക. വയറാണെങ്കിൽ വയറാടെ വെക്കുക. ഇപ്പോൾ കണ്ട ഒരു വേവ് ഉണ്ട്, അത് എന്ത് ചെയ്യണം, ഇവിടെ വെർട്ടിക്കലായിട്ട് കടന്നു പോയിട്ടുണ്ട്. അതിനെ ഞാൻ ചെറുതാക്കി കാണുന്ന രൂപത്തിൽ വലുതാക്കി. പിന്നെ ഇത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2 ഓപ്ഷനാണ് പറഞ്ഞത്. ഒന്നുകിൽ എന്ത് ചെയ്യാം, റൺ സ്റ്റോപ്പ് ചെയ്തതിനാൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കാണാൻ പറ്റും. ഞാൻ ശരിക്കും പറഞ്ഞത് റൺ സ്റ്റോപ്പ് അല്ല പറഞ്ഞത്, എന്ത് ചെയ്യണം, ട്രിഗർ ലെവൽ മാറിപ്പോയതാണ്. അപ്പോൾ ആദ്യം ട്രിഗർ മെനു എടുക്കുക, എന്നിട്ട് സെറ്റ് ടു 50% അടിച്ചാൽ തന്നെ അത് വരും. അപ്പോൾ കുറേ പുറത്തുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ടൈം പെർ ഡിവിഷൻ ഒന്നും കൂടി ഒന്ന് അടുപ്പിക്കാം. എന്താ ഇതിൽ വരുന്ന എത്ര 5 വോൾട്ട് 1 കിലോഹെർട്സ് ആണ് വരേണ്ടത്. അത് ഇങ്ങനെ ഒരു പൾസ് ഉണ്ടോ നോക്കിയാൽ മതി. ഫ്രീക്വൻസി നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇങ്ങനൊരു പൾസ് ഉണ്ടെങ്കിൽ ആ പ്രോബ് ഓക്കെ ആണെന്നാണ് ഇതിൻ്റെ മീനിങ്. പ്രോബ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. എല്ലാ DSOയിലും അതേപോലെ തന്നെ CROയിലും ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇതെന്താണ്, 2 വോൾട്ടാണ് ഉള്ളത്. അപ്പോൾ 2 റെഫറൽ ലൈൻ കറക്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ 2 4 ഇതിൻ്റെ പകുതിക്കായിരുന്നു.
അപ്പോൾ 5 വോൾട്ട് പീക്ക് ടു പീക്ക്. ഇവിടെ ഫ്രീക്വൻസിയുടെ കാണിച്ചിട്ടുണ്ട് 1 കിലോ ഹെർട്സ്. ഇത് നമ്മൾക്ക് മെഷറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മെഷറിൽ ചാനൽ 1 പീക്ക് ടു പീക്ക് 5.2. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. അത് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് വലുതാക്കിയിട്ട് എന്ത് വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കണം, എന്നാലേ അത് കറക്റ്റ് മെഷർ ചെയ്യണം. 5.24 മില്ലി വോൾട്ടേജ് ഉണ്ട്. അതേപോലെ തന്നെ ചാനൽ 1 ഫ്രീക്വൻസി 1 കിലോ ഹെർട്സ്. അപ്പോൾ ഇത് ഒരു ഓപ്ഷനാണ്. ഇത് നല്ലതാണോ, അതായത് പ്രോബ് നല്ലതാണോ? ഇങ്ങനെ ഒരു വേവ് വരുന്നുണ്ടെങ്കിൽ പ്രോബ് ഗുഡ് ആയിരിക്കും, വേവ് ഇല്ലെങ്കിൽ പ്രോബ് ബാഡ് ആയിരിക്കും. അങ്ങനെ ചാനൽ 2 ഞാൻ കണക്ട് ചെയ്ത് നോക്കുകയാണ്. ചാനൽ 2 കണക്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? ചാനൽ 2 കണക്ട് ചെയ്തു. ചാനൽ 2 ചാനൽ 2 സെലക്ട് ചെയ്തു, ഓൺ ചെയ്തു. ചാനൽ 2 സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ അത് ആൻറ്റി ക്ലോക്ക് ചെറുതാക്കി. പിന്നെ അപ്പോൾ ഇതേണ്ട, അതിൽ നിൽക്കുന്നില്ലല്ലോ, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചാനൽ 2 ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ട്രിഗർ മെനു ചാനൽ 2 സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തു. പിന്നെ ട്രിഗർ ലെവൽ അതിലായതുകൊണ്ടാണ് അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ 2 എന്ത് ചെയ്തു? ചാനൽ 2ൻ്റെ ആ പ്രോബ് ഓക്കെയാന്ന് പറയാം. പ്രോബ് ഓക്കെയാണ്. അതേപോലെ തന്നെ 1 കിലോ ഹെർട്സ് ആണ് 2 വോൾട്ടിലാണ് ഉള്ളത്. അത് പ്രോബ് ഓക്കെ ആയതുകൊണ്ടാണ് വോൾട്ടേജ് അതായത് അറ്റനേഷൻ പ്രോബ് സെലക്ട് ചെയ്ത ആറ്റനേഷൻ കറക്റ്റ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് കറക്റ്റ് വലുത് 10 10 ഇൻറ്റുള്ളത്. അപ്പോൾ എന്താണ്, അത് കറക്റ്റ് ആയിരിക്കും. 2, 4, 5. അത് മെഷറിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ചാനൽ 2 പീക്ക് ടു പീക്ക് 4.96 വോൾട്ട്. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ ചാനൽ 1 ഒരു സൈൻ വേവ് കൊടുത്തിട്ടുണ്ട്. ചാനൽ 1 ഞാൻ മുകളിൽ വെക്കുന്നുണ്ട്. ചാനൽ 2 ഞാൻ നേരത്തെ ചാനൽ 2 ഇതിൻ്റെ 1 കിലോ ഹെർട്സ് കൊടുത്തിട്ട് മേലെ 1 കിലോ ഹെർട്സ് സൈൻ വേവ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നിൽക്കുന്നില്ല, ഇത് ഒന്ന് മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിഗർ എന്ത് ചെയ്യണം? പരമാവധി 2 ചാനലുണ്ടെങ്കിൽ ചാനൽ 2 സെലക്ട് ചെയ്യുന്ന നല്ലത്. ചില സമയത്ത് ചാനൽ 1 സെലക്ട് ചെയ്യുന്ന നല്ലതുണ്ടാകുക. അത് ഏതിലാണോ നിൽക്കുന്നത് അതിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചാനൽ 2 സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ സെറ്റ് ടു 50% എന്താണ്, ചാനൽ 2 മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ നോബ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ 2 വേവും ഒരുപോലെ നിൽക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ട്രിഗർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. പരമാവധി അതിൽ കിട്ടുന്ന നോക്കുക. അത് കിട്ടുന്നുണ്ടായില്ലെങ്കിൽ ഒന്ന് റൺ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് അനലൈസ് ചെയ്യാം. ചില കേസിൽ ട്രിഗർ ലെവൽ കിട്ടില്ല. ഈ 2 സിഗ്നൽ ഒരിക്കലും സിങ്ക് ആവുന്നില്ല, അതുകൊണ്ടാണ് ട്രിഗർ ആകാത്തത്. ഇനിയിപ്പോൾ നമ്മൾ ഓട്ടോ സെറ്റിലിട്ടാലും എന്തില്ല നോക്കാം. ഓട്ടോ സെറ്റിലിട്ടാലും അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് സിങ്ക് ആവുന്നില്ല. എന്നാലും പരമാവധി സിങ്ക് ആക്കിയിട്ട് ഒന്ന് മറ്റേ റൺ സ്റ്റോപ്പ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്തിട്ടാണ് നമുക്ക് കറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റും. ട്രിഗർ മെനു എടുക്കാം. ആ ഒരു പോയിൻ്റാണ്, പക്ഷെ നമുക്കത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഏതാണ്ട് ആ രീതിയിലാക്കിയിട്ട് റൺ സ്റ്റോപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ചാനൽ 1 ഡി സിയിലുള്ളത്, ചാനൽ 2 ഡി സിയിലുള്ള. ഇതിപ്പോൾ കപ്ലിങ് മാറ്റിയാൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് റണ്ണാക്കുമ്പോൾ സ്ക്രീൻഷോട്ട് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഒന്നും മാറാത്തത്. സ്ക്രീൻഷോട്ടാണെങ്കിലും റൺ സ്റ്റോപ്പിൽ ഇതൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. ഇങ്ങനൊരു വിഡ്ത്ത് ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ടൈം പെർ ഡിവിഷൻ മാറ്റുന്നതാണെങ്കിലും സ്ക്രീൻ സൂം ഇൻ സൂം ഔട്ട് തന്നെയാവും. റൺ ചെയ്തു. ഇതുണ്ട് എ സിയിലാവുമ്പോൾ മിഡിലായിരിക്കും വന്നിട്ട് എ സി കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഗ്രൗണ്ട് ഡി സി, അതായത് അതിൽ പൾസ് എന്ന് പറയുന്നത് ഒരു ഡി സി കമ്പോണൻറ്റ് കൂടി ഉണ്ട്. അതായത് മറ്റേ 0 ആണ് റെഫറൽ ലൈൻ വരുന്നത്. അപ്പോൾ ആ ഒരു ഡി സി ഇത് ഒഴിവാക്കിയിട്ടായിരിക്കും എന്തുണ്ടാകുക, ഔട്ട്പുട്ട് ഉണ്ടാകുക, ഇതിൽ കാണിക്കുക. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിക്കുക, കപ്ലിങ് ശരിക്കും ശ്രദ്ധിക്കുക. ഇതോടുകൂടി DSOൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം.
അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.